ഇന്നത്തെ നമ്മുടെ റെസിപ്പി വെറും 3 ചേരുവ കൊണ്ട് ചെയ്തെടുക്കാവുന്ന വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടുന്നത് പാലാണ്. ഞാനിപ്പോൾ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു പാനിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടുന്നത് കോൺഫ്ലോർ ആണ്. ഒരു 6 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്തൊന്ന് കുറുക്കിയെടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. ഇതിപ്പോൾ ഇവിടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവായി വരുന്ന വരെ വേണം നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാൻ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് സെറ്റ് ചെയ്തെടുക്കുന്നതിനായിട്ട് ഞാനിപ്പം ഒരു ബൗളിൽ ഒരു അല്പം നെയ്യൊന്ന് തേച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബൗളിലേക്ക് നമുക്ക് ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ ചൂടൊന്ന് മാറിയതിന് ശേഷം ഒരു 2 മണിക്കൂർ നമുക്ക് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റാം. ഇനി നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.